വയറിന്റെ സ്കാനിങ് എടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. ഇവ മാറിക്കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള കലോറി ആയിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയായിട്ട് ബോഡിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. ഇതാണ് പിന്നീട് ഫാറ്റി ലിവറായിട്ട് മാറുന്നത്. ഇത് കുറയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അമിതവണ്ണം കുറക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹൈറ്റിനും ഒത്ത വെയിറ്റ് അല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് BMI നമ്മൾ എപ്പോഴും ഒരു 18-24 ഇടയിലായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ കൂടുതലും ഇതിൽ കുറയാനും പാടില്ല. ഇതിൽ കൂടുതലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ കൂടുന്നത്. മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതേപോലെ പഞ്ചസാരയും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ബേക്കറി പ്രൊഡക്ട്സ്, മൈദ, അത്തരത്തിലുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ ബേക്കറി പ്രൊഡക്ട്സിലും മറ്റുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജ്യൂസ്, ഷേക്ക് ഇവയിലൊക്കെ ആയിട്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു സിറപ്പും നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. ഉറപ്പായും നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ചെറു മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇവയൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതിൽ ആപ്പിൾ, പപ്പായ, പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ ബെറീസ് ഒക്കെ നല്ല രീതിയിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. കൂടാതെ ഹോൾ ഗ്രെയിൻസ്, അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ, നമ്മുടെ ബ്രൗൺ റൈസ്, ഓട്സ് ഇവയൊക്കെ തവിട് കളയാത്ത ധാന്യങ്ങളാണ്. കടല, ചെറുപയർ പോലുള്ള ധാന്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങയില, ചീരയില, ക്യാബേജ് അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക.